സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന കാമിയോ റോളിനെ കുറിച്ച് നമുക്കറിയാം. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി തിയേറ്ററിൽ എത്തുമ്പോൾ അറിയേണ്ടത് എപ്പോൾ ഏത് മിനിറ്റിലാണ് സൂപ്പർ സ്റ്റാർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുക എന്നതാണ്. ഏത് മിനിറ്റിലായിരിക്കും തിയേറ്റർ രോമാഞ്ച കഞ്ചുകമായി കാണികളാൽ പൂരപ്പറമ്പാവുക എന്നതാണ്. അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിനം ബ്രസീൽ വേഴ്സസ് സ്കോട്ട്ലാൻഡ് മത്സരത്തിൽ നമ്മൾ അത്തരമൊരു സൂപ്പർ സ്റ്റാർ എൻട്രി കണ്ടത് മത്സരത്തിൻ്റെ 75-ാം മിനിറ്റിലായിരുന്നു. ബ്രസീലിൻ്റെ സുൽത്താൻ സാമ്പാത്താളത്തിൻ്റെ പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. നെയ്മർ നെയ്മർ അവർ ആർത്തു വിളിക്കുകയാണ്. അതുവരെയും ഗ്രൗണ്ടിൽ വിസ്മയം തീർത്ത വിനീഷ്യസ് ജൂനിയർ ഷോയും അതുപോലെ കുഞ്ഞ മാജിക്കുമെല്ലാം പൊടുന്നനെ നിഷ്പ്രഭമാകുന്നു. ഗ്രൗണ്ടിൽ അയാൾ മാത്രമാണ് കാനറികളുടെ രാജകുമാരൻ. ദിസ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സ് ഐ ഹാവ് സീൻ അറ്റ് ദി വേൾഡ് കപ്പ് സോ ഫാർ. ലോകകപ്പിൽ ഇതുവരെ കണ്ട ഏറ്റവും മികച്ച നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. 75-ാം മിനിറ്റിൽ ബ്രസീൽ സ്കോട്ട്ലൻഡിനേക്കാൾ 3-0 മുന്നിലായിരുന്നു. സ്റ്റാൻഡുകളിൽ ബ്രസീൽ ആരാധകരുടെ ആവേശം ഏതാണ്ട് അവസാനിച്ചിരുന്നു. കാരണം ഓൾറെഡി ടീം 3 ഗോളിന് മുന്നിലാണ്. കളി അവസാനിച്ചുവെന്ന് തോന്നിയ സമയമാണ്. അവരുടെ ടീം ഇതിനകം തന്നെ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുമെന്ന് ഉറപ്പാണ്. നാടകീയതയൊന്നും ഇനി അവശേഷിച്ചിട്ടില്ല. എല്ലാവരും കളിയുടെ ബാക്കി ഭാഗങ്ങൾ നിശബ്ദമായി വീക്ഷിക്കുകയായിരുന്നു. പെട്ടെന്ന് പകരക്കാരനായി കളിക്കാൻ തയ്യാറായി നെയ്മർ ടച്ച് ലൈനിൽ നിൽക്കുന്നത് അവർ കാണുന്നു. പിക്ചർ അബി ബാഗി ഹെ മെരെ ദോസ്ത് എന്ന് പറയുന്നത് പോലെ ഒരു സെക്കൻഡിനുള്ളിൽ എല്ലാം മാറി മറിയുന്നു. ആരാധകർ അവരുടെ ഇതിഹാസത്തെ സ്വാഗതം ചെയ്തപ്പോൾ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒടുവിൽ തൻ്റെ കരിയറിലെ അവസാന ലോകകപ്പ് കളിക്കാൻ ഇറങ്ങിയ നെയ്മറിന് ഒരു ഹീറോയുടെ സ്വീകരണമാണ് ആ സമയത്ത് ലഭിച്ചത്. എ ഹീറോസ് റിസപ്ഷൻ. വിത്ത് എവറി ടച്ച് ഓഫ് ദ ബോൾ ദ ക്രൗഡ് ചാൻഡഡ് ഹിസ് നെയിം. ആ കാലിലൊന്ന് പന്ത് തൊട്ടപ്പോൾ കാണികൾ അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് നെയ്മർ നെയ്മർ എന്ന്. മെസ്സിക്ക് ശേഷം ഒരു കളിക്കാരന് തൻ്റെ സഹതാരങ്ങളിൽ നിന്നും തൻ്റെ രാജ്യത്തിൽ നിന്നും ഇത്രയും വലിയ വരവേൽപ്പും സ്നേഹവും ലഭിക്കുന്നത് നമ്മൾ ലൈവായി കാണുകയായിരുന്നു ആ സമയത്ത്. പരിക്കുകളുടെയും കരിയർ അവസാനിച്ചെന്ന മുദ്രകുത്തലുകളുടെയും ഏകാന്തതയുടെയും വേദനയുടെയും 981 ദിനരാത്രങ്ങൾക്ക് ശേഷം അയാൾ ഗ്രൗണ്ടിൽ ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ബ്രസീൽ കാത്തിരുന്ന നിമിഷമാണ്. ഫുട്ബോൾ ലോകം കാത്തിരുന്ന നിമിഷമാണ്. മത്സരാവസാനം ഗാലറിയെ നോക്കി കൈവീശുമ്പോൾ ബ്രസീലിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ നെയ്മർ ജൂനിയറുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് വെറുമൊരു കണ്ണീരായിരുന്നില്ല. താൻ അനുഭവിച്ചതും കടന്നുപോയതുമായ ദിനങ്ങളെക്കുറിച്ച് കൂടി ആലോചിച്ചിട്ടുള്ളതായിരുന്നു. കളി മൈതാനങ്ങളിലേക്ക് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ താൻ തിരിച്ചെത്തിയല്ലോ എന്ന് കൂടി ആലോചിച്ചിട്ടായിരുന്നു. സത്യത്തിൽ അതൊരു പുനർജനി കൂടിയായിരുന്നു. മാസ് കംബാക്ക് കൂടിയായിരുന്നു. ദ റിയൽ ഗ്ലോറി ഈസ് ബീയിങ് നോക്ക് ടു യുവർ നീസ് ആൻഡ് ദെൻ കമ്മിങ് ബാക്ക്. ദാറ്റ്സ് റിയൽ ഗ്ലോറി. ദാറ്റ്സ് ദ എസൻസ് ഓഫ് ഇറ്റ്. നെയ്മറുടെ കണ്ണീരിൻ്റെ എസൻസ് അതുതന്നെയായിരുന്നു. ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഒപ്പം വാഴ്ത്തപ്പെട്ടതാണ് നെയ്മർ ബ്രസീലിൻ്റെ താരമായ നെയ്മറിൻ്റെ അരങ്ങേറ്റമുണ്ടായത്. ബ്രസീലിയൻ ക്ലബ് സാൻഡോസിൽ നിന്നും 2013 റെക്കോർഡ് തുകയ്ക്ക് സ്പെയിൻ ക്ലബ് ബാഴ്സലോണയിലേക്ക് നെയ്മർ എത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും 21 മാത്രമായിരുന്നു. പലപ്പോഴും കളിക്കളത്തിലെ വീഴ്ചകളുടെ പേരിൽ കളിയാക്കപ്പെട്ടിട്ടുള്ള താരമാണ് നെയ്മർ. സ്വന്തം ആരാധകരാൽ തന്നെ കളിയാക്കപ്പെട്ടിട്ടുള്ള താരമാണ്. ലോക ഫുട്ബോളിൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒപ്പം തന്നെ തലയെടുപ്പ് നെയ്മർക്കുമുണ്ട്. ആധുനിക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ തന്നെയാണ് നെയ്മർ. എന്നാൽ പരുക്കൻ കളിയും നേരിട്ട ചരിത്രം മറ്റാരേക്കാളും നെയ്മറിനുണ്ട്. അപകടകരമാം വിധം നെയ്മറിനെ ഡിഫൻഡർമാർ പ്രതിരോധിക്കുന്നത് റഷ്യൻ ലോകകപ്പിലും ഖത്തർ ലോകകപ്പിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കരിയറിന് തന്നെ ഭീഷണിയായിട്ടുണ്ട്. നേട്ടങ്ങളുടെ കണക്കിൽ ലയണൽ ആൻഡ്രിയാസ് മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ നിരയിലേക്ക് ഇന്നും ഒരുപക്ഷെ നെയ്മർ എത്തിയിട്ടില്ലായിരിക്കാം. അതിന് പ്രധാന കാരണം അടിക്കടി അദ്ദേഹത്തിന് സംഭവിച്ച പരിക്കുകൾ തന്നെയാണ്. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൻ്റെ സമയത്ത് നെയ്മറിന് സെർബിയക്കെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റപ്പോൾ കൗതുകകരമായ ഒരു കണക്കുകൾ ആ സമയത്ത് നെയ്മറിൻ്റെ പരിക്കിനെ കുറിച്ച് പുറത്തു വന്നിരുന്നു. ആ സമയത്ത് വന്ന കണക്കുകൾ ഇങ്ങനെയായിരുന്നു. പരിക്ക് കാരണം നെയ്മർ 2022 വരെയായി, 4 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ലോകകപ്പ് വരെയായി ഫുട്ബോളിൽ നിന്നും വിട്ടുനിന്ന ദിവസങ്ങൾ 750 ആണ്. പരിക്കേറ്റത് 38 തവണയാണ്. ആകെ നഷ്ടമായത് 133 മത്സരങ്ങളാണ്. ബാഴ്സലോണയിൽ കളിക്കുമ്പോൾ പരിക്കേറ്റത് 9 തവണയാണ്. നഷ്ടമായത് 29 മത്സരങ്ങളാണ്. PSG-യിൽ 27 തവണ അദ്ദേഹത്തിന് പരിക്കേറ്റു. 104 മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. ബ്രസീൽ ജേഴ്സിയിൽ കളിക്കിടെ 2 തവണ പരിക്കേറ്റ് പുറത്തായിട്ടുണ്ട്. 2014 ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിനിടെ നടുവിന് പരിക്കേറ്റ് പുറത്തായിട്ടുണ്ട്. 2014 ജനുവരിയിൽ ബാഴ്സലോണയിൽ എത്തിയ ശേഷം കണങ്കാലിന് പരിക്കേറ്റ് അദ്ദേഹം വിട്ടുനിന്നത് 32 ദിവസമാണ്. ഈ പരിക്കിനാണ് ആദ്യമായി അദ്ദേഹത്തിന് ശസ്ത്രക്രിയ വേണ്ടി വന്നത്. 2014 ജൂലൈയിൽ ലോകകപ്പിൽ കൊളംബിയക്കെതിരായ മത്സരത്തിനിടെ നടുവിന് പരിക്കേൽക്കുന്നു. 30 ദിവസം പുറത്താവുന്നു. 2018 ഫെബ്രുവരിയിൽ PSG-യിൽ
എത്തിയ ശേഷം ആദ്യ വലിയ പരിക്ക് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നു. തുടയ്ക്ക് പരിക്കേറ്റ് പുറത്തിരുന്നത് 90 ദിവസമാണ്. 16 കളികൾ അന്ന് നഷ്ടപ്പെടുന്നു. 2019 ജനുവരിയിൽ വീണ്ടും പരിക്കേറ്റ് 85 ദിവസത്തെ വിശ്രമം അദ്ദേഹത്തിന് വേണ്ടി വരുന്നു. 18 മത്സരങ്ങളിൽ ഇറങ്ങാനും കഴിഞ്ഞില്ല. 2019 ജൂണിൽ കണങ്കാലിന് പരിക്കേറ്റ് വീണ്ടും ഒരു 63 ദിവസത്തെ വിശ്രമം. 2021 നവംബറിൽ കണങ്കാലിന് പരിക്കേറ്റ് പുറത്തായത് 73 ദിവസമാണ്. 12 മത്സരങ്ങൾ കളിക്കാനും സാധിച്ചില്ല. 4 വർഷം മുമ്പുള്ള കണക്ക് തന്നെ ഇത്രയും വരും. അതിനുശേഷം അൽ ഹിലാലിൽ നിന്നുള്ള പരിക്കും ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോഴുള്ള കണക്കും കൂടി കൂട്ടുമ്പോൾ, ഈ 4 വർഷത്തിനിടയിലുള്ള കണക്കുകൾ കൂടി കൂട്ടുമ്പോൾ ഇതിൻ്റെ ഇരട്ടി വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ. നെയ്മറിൻ്റെ കളി ശൈലി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പ്രധാന കാരണമായി വിദഗ്ധരൊക്കെയും പറയപ്പെടുന്നത്. പന്ത് കാലിൽ നിയന്ത്രിച്ച ശേഷം എതിരാളിയെ തൻ്റെ സ്കില്ലിലൂടെ പരാജയപ്പെടുത്തുന്ന രീതിയാണ് പലപ്പോഴും അദ്ദേഹത്തിന് പരിക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. ഈ കളിക്കിടെ നെയ്മർ ഫൗൾ ചെയ്യപ്പെടുന്നത് പതിവാണ്. പ്രതിരോധ നിരയെ മറികടന്ന് ബോക്സിലേക്ക് കുതിക്കാൻ നെയ്മർ നടത്തുന്ന ഈ പ്രയത്നം റിസ്ക് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. തുടർച്ചയായ ശസ്ത്രക്രിയകൾ വേണ്ടി വന്നതും പരിക്ക് ആവർത്തിക്കപ്പെടാൻ കാരണമാണ്. കണങ്കാലിലെ പരിക്കിന് പിന്നിൽ പാരമ്പര്യവും ഘടകമാണെന്നും ആ സമയത്ത് വിശദീകരണമുണ്ടായിരുന്നു. ഫുട്ബോൾ താരമായിരുന്ന നെയ്മറിൻ്റെ പിതാവിനും തുടർച്ചയായി കണങ്കാലിന് പരിക്കേറ്റിരുന്നു. ഏതായാലും കഴിഞ്ഞ മത്സരത്തിലെ നെയ്മറുടെ തിരിച്ചുവരവെന്നാൽ വൻ പതനത്തിന്റെ ആഴങ്ങളിൽ നിന്നാണ് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് 2023 ഒക്ടോബർ 17 ഉറുഗ്വായ്ക്കെതിരായ മത്സരത്തിലാണ് നെയ്മറുടെ ഇടത് കാൽമുട്ടിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അതോടെ സൗദി ക്ലബ്ബായ അൽ ഹിലാലിലെ കരിയർ തകരുന്നു. കരാർ റദ്ദാക്കപ്പെടുന്നു. പിന്നീട് സ്വന്തം തട്ടകമായ സാന്റോസിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോകുന്നു. അതായത് തൻ്റെ ആദ്യകാലത്ത് പന്ത് തട്ടിയ ഇടത്ത് തന്നെ കരിയർ അവസാനിപ്പിക്കണം എന്ന ആഗ്രഹമായിരുന്നു അപ്പോൾ നെയ്മറിന് ഉണ്ടായിരുന്നത്. സാന്റോസിൽ 43 മത്സരങ്ങളിൽ നിന്നും 17 ഗോളുകളുമായി തിളങ്ങിയെങ്കിലും, ഇതൊന്നും നെയ്മറുടെ യഥാർത്ഥ തിളക്കമല്ല, എങ്കിൽ കൂടിയും തിളങ്ങിയിരുന്നെങ്കിലും നെയ്മറുടെ ലോക പ്രതീക്ഷകൾ അപ്പോഴും കഴിയാലപ്പുറത്തായിരുന്നു. ടീമിൽ അവസരം കിട്ടുമോ എന്നതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. കരിയറിൻ്റെ സായാഹ്നമാണ്, പ്രായമായി, പരിക്ക് പ്രശ്നമാണ്, പിന്നെ ജോബോ പെഡ്രോയെ പോലുള്ള യുവതാരങ്ങളെ മറികടക്കുകയും വേണം ഈ ടീമിലേക്ക് അവസരം ലഭിക്കാൻ. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോച്ച് കാർലോ ആൻസലോട്ടി നിർണായക മത്സരങ്ങൾ കളിക്കാൻ നെയ്മർ ഇപ്പോഴും സജ്ജനാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ച് ലോകകപ്പ് ടീമിലേക്ക് എടുക്കുന്നു. ആദ്യ 2 മത്സരങ്ങളിലും പുറത്തിരുന്ന നെയ്മർ ഈ 3-ാം മത്സരത്തിന്റെ 75-ാം മിനിറ്റിൽ തൻ്റെ 4-ാം ലോകകപ്പിൽ മത്തേയുസ് കുഞ്ഞയ്ക്ക് പകരക്കാരനായാണ് കളത്തിലിറങ്ങിയത്. വെറും 14 മിനിറ്റാണ് അദ്ദേഹം ഗ്രൗണ്ടിൽ ചെലവഴിച്ചത്. എങ്കിലും ഗ്രൗണ്ടിൽ ആ പഴയ മാന്ത്രികത തൊട്ടറിയുന്നത് തന്നെയായിരുന്നു ആ 14 മിനിറ്റുകൾ. കളത്തിലെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഓളം അനിർവചനീയമായിരുന്നു. ആഫ്റ്റർ 981 days away from the Brazilian national team, he finally stepped onto the pitch again and the joy on his face said it all. മത്സരശേഷം വികാരഭരിതനായി കണ്ണീർ വാർത്ത നെയ്മറെ ആശ്വസിപ്പിക്കാൻ സഹതാരങ്ങളും ആ സമയത്ത് ഒപ്പം കൂടിയിരുന്നു. പരിക്കിൽ നിന്നും പൂർണ്ണമായി മുക്തനായി നെയ്മർ മടങ്ങിയെത്തിയത് വരും മത്സരങ്ങളിൽ ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും എന്നതിൽ തർക്കമില്ല. സ്കോട്ട്ലൻഡിനെതിരെയുള്ള വലിയ വിജയത്തോടെ ഗ്രൂപ്പ് സിയിൽ 7 പോയിന്റുമായിട്ടാണ് ബ്രസീൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഗ്രൂപ്പിലെ കടുത്ത എതിരാളികളായ മൊറോക്കോയ്ക്കും 7 പോയിന്റ് തന്നെ ഉണ്ടെങ്കിലും മികച്ച ഗോൾ വ്യത്യാസത്തിലാണ് ഈ പട്ടികയിൽ ബ്രസീൽ മുന്നിലേക്ക് എത്തിയത്. പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒരുപോലെ കരുത്ത് പ്രകടിപ്പിച്ച ബ്രസീൽ ഇത്തവണ വലിയ പ്രതീക്ഷകളോടെയാണ് മുന്നോട്ട് പോകുന്നത്. റൗണ്ട് ഓഫ് 32-വിൽ ഒരുപക്ഷെ ബ്രസീലിന് എതിരാളികളായി ഉണ്ടാവുക ഗ്രൂപ്പ് എഫിലെ 2-ാം സ്ഥാനക്കാരായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിലവിലെ ഗ്രൂപ്പ് പോയിന്റ് നിലയനുസരിച്ച് ഏഷ്യൻ ശക്തികളായ ജപ്പാനായിരിക്കും ബ്രസീലിന്റെ എതിരാളികൾ. അങ്ങനെ ജപ്പാനാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. എങ്കിലും ഗ്രൂപ്പ് എഫിലെ അവസാന ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നിലവിൽ 1-ാം സ്ഥാനത്തുള്ള നെതർലാൻഡ്സും ബ്രസീലിന്റെ എതിരാളികളായി വരാനുള്ള ചാൻസ് ഉണ്ട്. ആരുമായിക്കൊള്ളട്ടെ, സുൽത്താന്റെ കീഴിൽ ബ്രസീൽ പൂർണ്ണ സജ്ജമാണ്.